മാഡം ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എനിക്ക് ഒരേ ഒരു മകനാണുള്ളത്. അച്ഛനില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. എന്നാൽ അവൻ്റെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഞാൻ കാണുകയാണ്. അങ്ങോട്ട് പോകുന്ന ആളല്ല ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് പറയുകയും ചെയ്തു, അവൻ്റെ കൂട്ടുകാരവനെ നിർബന്ധിക്കുന്നു എന്ന്. പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. എങ്ങനെയും ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം ഡോക്ടർ. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ചെറിയ കാര്യമല്ല ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ച് സമയം നീണ്ടുപോകും, മനസ്സിലായോ? ആദ്യം നമുക്ക് ഇവനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലഹരിയിൽ നിന്ന് മുക്തനാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ലഹരി ഉപയോഗിച്ചതിലൂടെ അവന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, ഏതെങ്കിലും അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെ തന്നെ ഇവന് പഴയതുപോലെ സമൂഹത്തിലിറങ്ങി നോർമലായൊരു വ്യക്തിയായിട്ട് നടക്കാനുള്ള കൗൺസിലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യാം. റെഗുലറായിട്ട് അവനെ മോണിറ്റർ ചെയ്യണം, മനസ്സിലായോ? ഒരിക്കലും അവന് ഈ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ചിലപ്പോഴൊക്കെ അതുകൊണ്ട് ഇവർ വഴി മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുണ്ടാവണം സപ്പോർട്ടായിട്ട്, തിരിച്ചു കൊണ്ടുവരണം, മനസ്സിലായോ? നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവനിലൂടെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു ലഹരിക്കെതിരെ പോരാടാനുള്ളൊരു പോരാളിനെയായിരിക്കും കിട്ടുന്നത്. അത് ഡോക്ടർ ഇവൻ പറയുന്നുണ്ട്, ഇവൻ ഇതിൽ നിന്നൊക്കെ മാറണം, എനിക്കിത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവനൊരു കൂട്ടുകാർ വിളിക്കുമ്പോൾ ഇവൻ പോകുവാണ്. അവനോട് പറയുക, ഈ കൂട്ടുകാരുടെ നമ്പറൊക്കെയുള്ള സിമ്മ് അത് ഒഴിവാക്കിയിട്ട് ഒരു പുതിയ സിം എടുക്കാൻ പറയും. എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇവൻ്റെ പേരോ അഡ്രസ്സോ ആരും ഒന്നും അറിയില്ല, മനസ്സിലായോ? പക്ഷേ അവന് കിട്ടേണ്ട ചികിത്സ അവന് കിട്ടിയിരിക്കും. അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി, മനസ്സിലായോ?